ഇന്ത്യയുടെ സ്വകാര്യ ബഹിരാകാശ മേഖലയിലെ നിർണായകമായ ചുവടുവയ്പ്പാണ് ഇന്ന് നടന്നത്. ഹൈദരാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്കൈ റൂട്ട് എയർ സ്പേസ് നിർമ്മിച്ച സ്വകാര്യ റോക്കറ്റ് ബഹിരാകാശത്തേക്ക് കുതിച്ചുയർന്നു കഴിഞ്ഞു. മിഷൻ ആഗമൻ എന്ന പേരിട്ടിരിക്കുന്ന ഈ റോക്കറ്റ് വിക്ഷേപണ പദ്ധതിയിലൂടെ ആകാശത്തേക്ക് ഉയരുന്നത് വിക്രം-1 എന്ന ഒരു ഓർബിറ്റൽ റോക്കറ്റാണ്. ഭൂമിക്ക് ചുറ്റുമുള്ള സ്ഥിരമായ ഒരു ഭ്രമണപഥത്തിൽ ഇനി ഈ ഉപഗ്രഹവും ഉണ്ടാകും. ഈ വിക്ഷേപണത്തിലൂടെ സ്വന്തമായി ഓർബിറ്റൽ റോക്കറ്റ് വികസിപ്പിച്ച് വിക്ഷേപിക്കുന്ന ലോകത്തിലെ തന്നെ ചുരുക്കം ചില സ്വകാര്യ കമ്പനികളുടെ പട്ടികയിലേക്ക് സ്കൈ റൂട്ട് ഇടം പിടിക്കുകയാണ്. 7 നില കെട്ടിടത്തിന്റെ ഉയരമുണ്ട് ഈ റോക്കറ്റിന്. ഓൾ കാർബൺ കോമ്പോസിറ്റ് പദാർത്ഥങ്ങൾ കൊണ്ടാണ് റോക്കറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. വളരെ ഭാരം കുറഞ്ഞതും എന്നാൽ ഉറപ്പേറിയതുമായ പദാർത്ഥമാണിത്. 4 ഘട്ടങ്ങളിലായാണ് വിക്രം-1 കുതിച്ച് ലക്ഷ്യത്തിലെത്തുന്നത്. ആദ്യത്തെ 3 ഘട്ടങ്ങൾ ഖര ഇന്ധനങ്ങൾ കത്തിത്തീരും. 4ാമത്തെ ഘട്ടം ദ്രാവക ഇന്ധനത്തിൽ പ്രവർത്തിക്കും. ഈ മോട്ടോറുകളിൽ പലതും ISROയുടെ സഹായത്തോടെ പരീക്ഷണം പൂർത്തിയാക്കി കഴിഞ്ഞതുമാണ്. 350 കിലോഗ്രാം മുതൽ 480 കിലോഗ്രാം വരെയുള്ള ഉപഗ്രഹങ്ങളെ ലോ എർത്ത് ഓർബിറ്റിലേക്ക് എത്തിക്കും വിക്രം-1. 4 ലോഡുകളാണ് ഉൾക്കൊള്ളുന്നത്. ഇന്ത്യയിലെയും വിദേശത്തെയും സ്വകാര്യ കമ്പനികളുടെ സാങ്കേതിക വിദ്യാ പരീക്ഷണ ഉപഗ്രഹങ്ങളാണ് ഇവയിൽ പ്രധാനപ്പെട്ടത്. ജർമ്മനി ആസ്ഥാനമായുള്ള ബഹിരാകാശ സാങ്കേതിക കമ്പനിയുടെ ലോഡും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. സ്കൈ റൂട്ടിന്റെ സ്വന്തം കമ്മ്യൂണിക്കേഷൻ ഡാറ്റ മൊഡ്യൂളാണ് മറ്റൊന്ന്. കോസ്മോസ് ഡയമണ്ട്സ് രൂപകൽപ്പന ചെയ്ത ഒരു ആർട്ട് വർക്ക് ഡിജിറ്റൽ ഫിസിക്കൽ ലോഡും ഇതിലുണ്ട്. ISROയിലെ മുൻ ശാസ്ത്രജ്ഞരായ പവൻകുമാർ ചന്ദന, നാഗഭരത് ദാക്ക എന്നിവർ ചേർന്ന് സ്ഥാപിച്ചതാണ് സ്കൈ റൂട്ട് എയറോസ്പേസ് കമ്പനി. ചെറിയ ഉപഗ്രഹങ്ങളുടെ വിപണിയെ ലക്ഷ്യമാക്കിയാണ് ഈ കമ്പനി പ്രവർത്തിക്കുന്നത്. കുറഞ്ഞ ചെലവിൽ വിക്ഷേപണം നടത്തിക്കൊടുക്കുന്ന സ്ഥാപനമായി കമ്പനി പ്രവർത്തിക്കും.